എമ്പുരാൻ സിനിമയെ കുറിച്ചാണ് ഇന്നും സംസാരിക്കാൻ പോകുന്നത്. എമ്പുരാൻ സിനിമ കുറച്ചധികം പേരെങ്കിലും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോ എമ്പുരാൻ സിനിമ കണ്ടവർ മാത്രം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. സ്പോയിലർ ആയിരിക്കും, കഥയിലെ കാര്യങ്ങളല്ല, അതിനപ്പുറമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. അപ്പോ പടം കാണാത്തവരാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എമ്പുരാൻ കണ്ടതിന് ശേഷം വീഡിയോ കാണുക, അല്ലെങ്കിൽ സ്വന്തം റിസ്കില് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അപ്പോ തുടങ്ങാം. ആദ്യം നമുക്ക് ഈ ഫ്രാഞ്ചൈസിന്റെ പേര് തന്നെ എടുക്കാം, ലൂസിഫർ. ലൂസിഫർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ മതവിശ്വാസ പ്രകാരം സാത്താൻ എന്നാണ് പറയപ്പെടുന്നത്. സ്വർഗത്തിലെ ഒരു മാലാഖയായിരുന്നു ലൂസിഫർ. ദൈവത്തിന്റെ പർദീസയിൽ ഗബ്രിയേൽ മിഖായേൽ മാലാഖമാരെക്കാൾ പ്രധാനിയായിരുന്നു ലൂസിഫർ. പക്ഷെ ദൈവത്തെ എതിർത്തതിന്റെ പേരിൽ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു. അങ്ങനെ ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മാലാഖയായിരുന്ന ലൂസിഫർ ദൈവത്താൽ തന്നെ ശപിക്കപ്പെട്ട് പാതാളം ഭരിക്കുന്ന സാത്താനായി മാറി. സ്റ്റീഫന്റെ ലൈഫും ഇതേപോലെ തന്നെയാണ്. ദൈവത്തിന്റെ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട് തിന്മകൾ മാത്രം നിറഞ്ഞ അണ്ടർവേൾഡിലെ ഡോൺ ആയി മാറി. ലൂസിഫറിന്റെ ചരിത്രം നോക്കിയാൽ ദൈവത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട മനുഷ്യർ സാത്താനിൽ അഭയം പ്രാപിക്കുന്നുണ്ട്, സാത്താനെ ആരാധിക്കുന്നു. അതിന് ബ്ലാക്ക് മാസ്, കറുത്ത കുർബാന എന്നൊക്കെ പറയുന്നു. ആദം ജോൺ സിനിമയിൽ പറയുന്ന കറുത്തച്ഛനൂട്ടിലെ കറുത്തച്ഛൻ ലൂസിഫറാണ്. ദൈവത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട മനുഷ്യർ സാത്താനെ ആരാധിക്കുന്നു എന്ന് പറയുന്ന ഈ ഒരു സംഭവം എമ്പുരാനിൽ കാണാം. അതാണ് സായിദ്. ദൈവം കാരണം എല്ലാം നഷ്ടപ്പെട്ടു, അവസാനം ചെകുത്താൻ സംരക്ഷിച്ചു. ഈ ഒരു ലൈനിങ് തന്നെ എത്ര ക്ലിയർ ആയിട്ട് അവർ ഡീറ്റെയിലിംഗ് കൊടുത്തിരിക്കുന്നതെന്ന് കണ്ടോ. എമ്പുരാൻ. ഇനി എമ്പുരാൻ എന്ന വാക്കിലേക്ക് വരാം. ഈ ലോകത്ത് വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു പേരാണ് എമ്പുരാൻ. രാജാവിനും ദൈവത്തിനും ഇടയിൽ നിൽക്കുന്നവൻ എന്നാണ് എമ്പുരാൻ എന്ന വാക്കിന്റെ അർത്ഥം. മോർ ദാൻ എ കിങ്, ലെസ് ദാൻ എ ലോർഡ്, ദ ഓവർലോഡ്. ദൈവത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നവൻ. എമ്പുരാനിൽ വന്നു കഴിഞ്ഞാൽ രാജാവിനെയും കാണാം, ദൈവത്തിനെയും കാണാം. രാജാവ് ടോവിനോള ജതിൻ രാംദാസ് ആകുമ്പോ ദൈവം PK രാംദാസ് ആണ്. ജതിനെ രാജാവ് എന്ന് പറയാൻ കാരണം അയാൾ ഒരു ഭരണാധികാരിയാണ്, CM ആണ്. പിന്നെ PK രാംദാസിനെ ദൈവം എന്നാണ് ഈ ഫ്രാഞ്ചൈസിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോ എമ്പുരാൻ എന്ന് ഉദ്ദേശിക്കുന്നതിന്റെ കാര്യം മനസ്സിലായോ? ദൈവത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ വരുന്ന ലൂസിഫർ, എമ്പുരാൻ, ഖുറേഷി എബ്രാം എന്ന സ്റ്റീഫൻ. ആ ഒരു ടൈറ്റിൽ തന്നെ ആ ഫുൾ സ്റ്റോറി ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇനി എന്തായാലും എമ്പുരാൻ എന്ന പേര് തുടരില്ല. കാരണം കിങ്ങും ഇല്ല, ലോഡും ഇല്ല. രാജാവ് മരിച്ചു, ദൈവവും മരിച്ചു, അവശേഷ നന്മയും ഇല്ലാതായി. ഇനി തിന്മ മാത്രം. അപ്പോ L3 ടൈറ്റിൽ എന്ത്? എമ്പുരാൻ സിനിമയുടെ അവസാനത്തിൽ ഖുറേഷി എബ്രാം പറയുന്ന ഒരു കാര്യമുണ്ട്, കറുത്ത മാലാഖ, മരണത്തിന്റെ മാലാഖ. L3 ടൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എമ്പുരാൻ എൻ ക്രെഡിറ്റില് ഡ്രാഗൺ അനിമേഷൻ കാണിക്കുമ്പോ ലൂസിഫർ എൻ ക്രെഡിറ്റിൽ എമ്പുരാനെ സോങ് വന്നതുപോലെ അതിന്റെ മറ്റൊരു വെർഷനിലൊരു സോങ് എമ്പുരാന്റെ അവസാനം ഉണ്ട്. അതിൽ എമ്പുരാനെ എന്നുള്ള ഹമ്മിങ്ങിന് പകരം വരുന്നത് മറ്റൊരു പേരാണ്. ലൂസിഫറിലെ ഹമ്മിങ് എമ്പുരാൻ, എമ്പുരാൻ അത് അസ്രായേൽ. ലൂസിഫർ ഫ്രാഞ്ചൈസിന്റെ മൂന്നാമത്തെ സിനിമ. L3 ടൈറ്റിൽ ഈസ് അസ്രായേൽ. അസ്രായേൽ എന്നാൽ കറുത്ത മാലാഖ, മരണത്തിന്റെ മാലാഖ. അന്യൻ സിനിമയിൽ കാണിക്കുന്ന അന്യൻ ഈ അസ്രായേൽ ആണ്. ഇസ്ലാമികൾക്ക് അവൻ ഇബ്ലീസ്, ക്രിസ്ത്യാനികൾക്കിടയിൽ അവൻ അസ്രായേൽ, ഹിന്ദുക്കൾക്കിടയിൽ അവന് പേര് ഒന്നേ ഉള്ളൂ, കാലൻ. പച്ച മലയാളത്തിൽ പറഞ്ഞ കാലൻ. പിന്നെ ഈ അസ്രായേൽ ഒരു ജൂവിഷ് ഇസ്ലാമിക് വേർഡ് ആണ്. ഈ അസ്രായേലിന്റെ ഒരു ചരിത്രം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മനുഷ്യനെ സൃഷ്ടിക്കാൻ ആവശ്യമായ വസ്തുക്കൾ കണ്ടെത്തി കൊണ്ടുവരാൻ വേണ്ടി ദൈവം കുറെ മാലാഖമാരെ അയച്ചു. പക്ഷെ അവരെല്ലാം തോറ്റപ്പോ ഉള്ളതിൽ ഏറ്റവും ക്രൂരം വിജയിച്ചു. അയാളാണ് അസ്രായേൽ. അങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യ സൃഷ്ടിക്ക് പ്രധാന പങ്ക് വഹിച്ചുള്ളതായതുകൊണ്ട് ആ ജീവൻ എടുക്കാനുള്ള അധികാരം ദൈവം അസ്രായേൽ നൽകി മരണത്തിന്റെ മാലാഖയാക്കി മാറ്റി. ക്രൂരതയുടെ രാജാവെന്നും അസ്രായേലിനെ അറിയപ്പെടുന്നു. ഇനി അസ്രായേലിനെ പറ്റി പറയാനാണെങ്കിൽ ജൂതഗ്രന്ഥങ്ങളിലും ഖുറാനിലും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് മൊത്തം പറയാനാണെങ്കിൽ ഈ വീഡിയോ ഒന്നും മതിയാവില്ല. എമ്പുരാൻ OTT വന്നതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് അസ്രായേലിനെ പറ്റി പറയാം. ഇനി L3യും ഈ അസ്രായേൽ ഹിസ്റ്ററിയെ ബന്ധപ്പെട്ട ഒരു സ്റ്റോറി ലൈൻ ആയിരിക്കും. അതിനൊരു എക്സാമ്പിള്, കബൂഗെ കൊല്ലുമ്പോ ഖുറേഷി എബ്രാം നരകത്തിൽ വെച്ച് കാണാന്ന് പറയുന്നുണ്ട്. അപ്പോ ഇനി അങ്ങോട്ട് പാപങ്ങളും കൊന്നുകളലുമായിരിക്കും. ഇനി എമ്പുരാൻ ക്ലൈമാക്സ്. ശരിക്കും പറഞ്ഞ എമ്പുരാൻ ക്ലൈമാക്സ് ആർക്കും മനസ്സിലായില്ല. അതാരെ അവസാനം വന്നെന്ന് അധികം പേർക്കും അറിയില്ലെന്ന് തോന്നുന്നു. ആർക്കും കത്തി കാണത്തില്ല. അതാണ് റിക് യൂനെ. റിക് യൂനെ ഒരു വലിയ ഹോളിവുഡ് ആക്ടറാണ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് നിഞ്ചയിലൊക്കെ ഇങ്ങേരാ. ആ ലെവല് തിയേറ്ററിൽ ഇങ്ങേരാണ് കുറെ പൊടമാരി ചൈനീസ് റെസ്റ്റോറന്റിൽ കൊണ്ടിട്ടത്. എമ്പുരാനില് റിക് യൂനെ ഷെൻ ട്രാഡ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായാണ് എത്തിയിട്ടുള്ളത്. അപ്പോ ഒരു കാര്യം കൂടി ക്ലിയർ ആയി, ജപ്പാനിലെ യാക്കൂസ അല്ല, അന്ന് ഞാൻ ഡീകോഡ് ചെയ്ത ചൈനയിലെ ട്രയാഡ്സ് ഗ്രൂപ്പാ. ഈ ട്രയാഡ്സ് ഗ്രൂപ്പ് എന്താന്ന് വെച്ചാ ഏഷ്യയിലെ ഒരു വലിയ ക്രൈം സിൻഡിക്കേറ്റാ. ലോകത്തിലെ തന്നെ ഡ്രഗ്സ് ആൻഡ് ഡാർക്ക് ട്രേഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു വലിയ ശക്തികളിൽ ഒന്നാണ് ട്രയാഡ്സ്. കബൂക കാർട്ടലിനെ തീർത്തപ്പോഴാണ് ഷെൻ ട്രയാഡ് ഖുറേഷിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വന്നതും ജതിനെയും ബോറിസ് ഒലിവറിനെയും തട്ടിയതും.
ഇനി ഖുറേഷി ഷെൻട്രയാഡിനെ തട്ടിയ അവന് വേണ്ടപ്പെട്ടവരും ഖുറേഷിക്കെതിരെ വരും ഉറപ്പാ. അപ്പോ ഷെൻട്രയാഡിന് വേണ്ടപ്പെട്ടവർ ആരാ? ലോക ചരിത്രത്തിൽ ട്രയാഡ്സ് ഗ്രൂപ്പ് ഇല്ലൂമിനാറ്റിയിലുള്ള 9 കുടുംബങ്ങളുമായി ഡയറക്റ്റ് ഡ്രഗ് ബിസിനസ് ചെയ്യുന്നവരാണ്. അതിൽ ട്രയാഡ്സുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഇല്ലൂമിനാറ്റി ഗ്രൂപ്പാണ് റോത്ത്ഷൈൽഡ്സ്. ഈ റോത്ത്ഷൈൽഡ്സുമായിട്ട് ഖുറേഷി എബ്രഹാം മുമ്പ് എപ്പോഴും ഒന്ന് കോർത്തതായിട്ട് ലൂസിഫറിന്റെ തുടക്കത്തിൽ റോബർട്ട് മെക്കാത്തെ ഒരു ന്യൂസ് കട്ടിങ്സിൽ കാണിക്കുന്നുണ്ട്. അപ്പോ L3 ഖുറേഷി എബ്രഹാം ഷെൻട്രയാഡിനെ തട്ടിയ റോത്ത്ഷൈൽഡ്സ് ഉൾപ്പെടെയുള്ള ഡ്രഗ് ബിസിനസ് ചെയ്യുന്ന 9 ഇല്ലൂമിനാറ്റി ഗ്രൂപ്പുകളും ഖുറേഷിക്കെതിരെ തിരിയും. അപ്പോ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് L3 അവസാനിക്കുമ്പോ എംപുരയില് ട്രയാഡ്സ് വന്നതുപോലെ L3 ഇല്ലൂമിനാറ്റിയും കയറി വരും. അത് മാത്രമല്ല, നമ്മൾ ഡീകോഡ് ചെയ്ത ഡാർക്ക് വെബും സിക്കാഡ 330 പറ്റിയും എംപുരയില് ബോറിസ് ഒലിവർ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡീകോഡ് ചെയ്തതിൽ ഭൂരിഭാഗവും പടത്തിൽ വന്നിട്ടുണ്ട്. ഗോദ്രിലെ ട്രെയിൻ കത്തിക്കലും സ്റ്റീഫന്റെ പാസ്റ്റും കബൂക്കയുടെ കണ്ടെയ്നേഴ്സും ട്രയാഡ്സും സിക്കാഡ ഇല്ലൂമിനാറ്റിയും ഒക്കെ നമ്മൾ ട്രെയിലറിൽ ഡീകോഡ് ചെയ്ത് വിട്ട കാര്യങ്ങളായിരുന്നു. പിന്നെ എംപുരാൻ സിനിമ അത്രയ്ക്ക് അങ്ങോട്ട് വർക്ക് ആവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ചിലതൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് എംപുരാൻ ഒന്നുകൂടെ റീവാച്ച് ചെയ്താൽ ചിലപ്പോ നിങ്ങൾക്ക് എംപുരാൻ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. എല്ലാവരും ഇല്ലൂമിനാറ്റിക്ക് പ്രതീക്ഷ പോയി, പക്ഷെ ഇല്ലൂമിനാറ്റി അവരൊരു ഫൈനൽ ബ്ലാസ്റ്റിന് വേണ്ടി വെച്ചേക്കുക. എംപുരാൻ ഇല്ലൂമിനാറ്റി കിട്ടാത്ത വിഷമമാണെങ്കിൽ L3 വരുമ്പോ അത് ഉറപ്പായിട്ട് മാറും. എംപുരാനിൽ കബൂക്കയിൽ നിന്ന് ട്രയാഡ്സിലേക്ക് എത്തിയതേ ഉള്ളൂ. L3 ട്രയാഡ്സിൽ നിന്നും ഇല്ലൂമിനാറ്റിയിലേക്ക് കണക്ഷൻ പോകുന്നത്. L3 ഉറപ്പായിട്ട് ലൈൻ കിട്ടും. ഖുറേഷി എബ്രഹാം, കബൂക, ട്രയാഡ്സ്, റോത്ത്ഷൈൽഡ്സ്, ഇല്ലൂമിനാറ്റി ആൻഡ് ദ വേൾഡ്. ഇങ്ങനെ ഒരു ഗെയിം പോലെ, ലെവൽ ഓഫ് ഡെസ്റ്റിനേഷൻ പോലെ ആയിരിക്കാം ഈ ഫ്രാഞ്ചൈസിന്റെ ലൈൻ പോകുന്നത്. ഇപ്പോ ഇത് ട്രയാഡ്സിലാണ്, ഇനി റോത്ത്ഷൈൽഡ്സ്, ഇല്ലൂമിനാറ്റി. ഇതിനിടയ്ക്ക് വെച്ച് ഖുറേഷി എബ്രഹാം മരിച്ചില്ലെങ്കിൽ ഫൈനൽ ഡെസ്റ്റിനേഷൻ ലോകം കീഴടക്കൽ വരെ പോവാം. ഇല്ലൂമിനാറ്റികൾ വരെ ഭയക്കുന്ന ഇൻഡോ വേൾഡ് പവറായി ഖുറേഷി എബ്രഹാം മാറാം. ഇതൊക്കെ സംഭവിക്കുമെന്ന് ചോദിച്ചാ ഇത്രയൊക്കെ സംഭവിക്കാമെങ്കിൽ ഇതും സംഭവിക്കാം. അപ്പോ ഈ ഫിലിം ഫ്രാഞ്ചൈസിൽ ഇത്രയും സ്റ്റോറി ലേയേഴ്സ് ഉണ്ട്. അതങ്ങ് ഇങ്ങനെ പെട്ടെന്ന് എടുത്തിട്ട് പൊട്ടിക്കാനൊന്നും പറ്റത്തില്ല. തോന്നും പോലെ കാണിച്ചാൽ പറയും മിസ്ലീഡ് ആയെന്ന്. ഇതൊന്നും അങ്ങനെ പെട്ടെന്നുകൊണ്ട് ചാടിക്കാനുള്ള സാധനമൊന്നുമല്ല. സ്റ്റോറി ലൈനും കണക്ഷനും കറക്റ്റ് ഒരു മീറ്ററിൽ തന്നെ പോണം. ആ കറക്റ്റ് മീറ്ററിലാണ് ഇപ്പോ എംപുരാൻ. അപ്പൊ എല്ലാം തുടങ്ങി വെക്കുന്നതേ ഉള്ളൂ. അതാണ് L3 ബിഗിനിങ്. അപ്പൊ ഈ ഒരു ലെവല് പടത്തിനാണോടാ മഹാഭാപികളെ ഡിഗ്രേഡ് നശിപ്പിക്കാൻ നോക്കുന്നത്? എംപുരാനെ ഡിഗ്രേഡ് ചെയ്യുന്നതോടൊപ്പം ഇല്ലാണ്ടാവുന്നത് ഇതുപോലുള്ള വലിയ സിനിമകൾ വരാനുള്ള സാധ്യതകളാണ്. അതുകൊണ്ട് നശിപ്പിച്ച് കൈ കൊടുക്കരുത്. തൽക്കാലം ഇത്രയും മതി, ബാക്കി നാളെ.